ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അപൂർവമായാണ് ഭൂരിപക്ഷം ചെറുതാകുന്നത്. പലപ്പോഴും പതിനായിരങ്ങളുടെയും ലക്ഷക്കണക്കിന്റെയും കണക്ക് കടന്നു പോകുന്ന ഭൂരിപക്ഷം ചിലപ്പോഴെങ്കിലും 1000-ഓ 2000-ഓ ഒക്കെ ആകാറുണ്ട്. ആ വോട്ട് ചിത്രം ഒന്ന് പരിശോധിക്കാം. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം മൂവാറ്റുപുഴ മണ്ഡലത്തിലാണ്. 2004 ഇവിടെ PC തോമസ് ജയിച്ചത് വെറും 529 വോട്ടിനാണ്. അന്ന് IFDP സ്ഥാനാർത്ഥിയായിരുന്നു PC തോമസ്. തോറ്റതാകട്ടെ ഇടത് സ്ഥാനാർത്ഥി PM ഇസ്മായിൽ. UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച ജോസ് കെ മാണി 3ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. കോഴിക്കോട് മണ്ഡലത്തിൽ 1962 മുസ്ലിം ലീഗിലെ CH മുഹമ്മദ് കോയയുടെ വിജയം 763 വോട്ടിനായിരുന്നു. 2009 കോഴിക്കോട്ടുകാർ പിശുക്കുകാട്ടി. MK രാഘവന്റെ കന്നി അംഗത്തിൽ ഭൂരിപക്ഷം 838 വോട്ട് മാത്രം. വീണത് ഇപ്പോഴത്തെ മന്ത്രി PA മുഹമ്മദ് റിയാസ്. 2004 ആലപ്പുഴയിൽ VM സുധീരൻ തോൽവിയെറിഞ്ഞത് 1009 വോട്ടിനാണ്. CPMലെ KS മനോജാണ് അന്ന് ഡൽഹിക്ക് വണ്ടി കയറിയത്. 1991 അന്നത്തെ ചിറയിൻകീഴിൽ സുശീല ഗോപാലന്റെ ജയം 1106 വോട്ടിനായിരുന്നു. മാവേലിക്കരയിൽ 1984 ജനതാ പാർട്ടിയിലെ തമ്പാൻ തോമസ് 1287 വോട്ടിനും 1998 കോൺഗ്രസിലെ PJ കുര്യൻ 1261 വോട്ടിനുമാണ് ലോക്സഭാംഗങ്ങളായത്. പാലക്കാടിനും പറയാനുണ്ട് കുറഞ്ഞ ഭൂരിപക്ഷത്തിന്റെ കഥകൾ. 1989 CPMലെ A വിജയരാഘവൻ കോൺഗ്രസിലെ VS വിജയരാഘവനെ വീഴ്ത്തിയത് 1286 വോട്ടിനാണ്. 2009 CPMലെ MB രാജേഷിന്റെ വിജയവും കുറഞ്ഞ ഭൂരിപക്ഷത്തിനായിരുന്നു, 1820 വോട്ട്. 1989 കാസർകോട്ടെ ഇടത് സ്ഥാനാർത്ഥി M രാമണ്ണറായുടെ ഭൂരിപക്ഷം 1548. 1998 മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ ജയിച്ചത് 2180 വോട്ടിന്. കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ 2 പേർ എറണാകുളത്ത് നിന്ന് MPമാരായിട്ടുണ്ട്. 1952 കോൺഗ്രസിലെ MM തോമസ് 1736 വോട്ടിനും 1980 സേവ്യർ അറയ്ക്കൽ 2502 വോട്ടിനും ജയിച്ചു. മുൻ മുഖ്യമന്ത്രി K കരുണാകരനെ CPIയിലെ VV രാഘവൻ തൃശൂരിൽ അട്ടിമറിച്ചപ്പോഴും ഭൂരിപക്ഷം കുറവായിരുന്നു. 1420 വോട്ടിനായിരുന്നു ലീഡർ പരാജയപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.